തെരഞ്ഞെടുപ്പ് കാലത്തെ വാദപ്രതിവാദങ്ങൾ കൊഴുത്തോണ്ടിരിക്കുകയാണ്. അവനവനാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് വരുത്തി തീർക്കാനുള്ള ഓരോ കഷ്ടപ്പാട്. എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം, ചിരിക്കാം, ചിന്തിക്കാം. BJP-യിൽ എത്തിയതിനു ശേഷം ഇവിടെ പത്മജാജി ആളാകെ മാറിപ്പോയി. BJP-യെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും പത്മജാജിക്ക് മതിയാവണില്ല. BJP-യെ കുറിച്ചും മോദിജിയെ കുറിച്ചൊക്കെ പറയുമ്പോ ഇപ്പൊ 100 നാവല്ലേ. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ BJP-യിൽ വന്നപ്പോ ഒരു സ്വപ്നലോകത്ത് വട്ടമാതിരിയ. കാരണം വേറെ ഒന്നല്ല, എനിക്ക് ഒരിക്കലും കെ കരുണാകരന്റെ മകളായിട്ട് പോലും ഒരു പ്രധാന നേതാവ് വന്നാൽ എനിക്ക് മുമ്പിൽ സ്ഥലം തരാറില്ല. കാണാത്ത ലോകത്ത് ചെന്ന പോലെ, കാണാത്ത ലോകത്ത് ചെന്ന പോലെ എന്നെ പിടിച്ച് കരുണാകരന്റെ മകളായതുകൊണ്ട് 2ാം നിരയില് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്ട്രാ സീറ്റ് ഇട്ടിട്ടാണ് എന്നെ ഇരുത്താറ്. എന്റെ സ്ഥിതി ഇതാണെങ്കിൽ കോൺഗ്രസിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ഇന്നലെ അതിശയിച്ചു പോയി. പത്തനംതിട്ട മോദിജിയുടെ അപ്പുറം ഇരിക്കുന്നതും ഇപ്പുറം ഇരിക്കുന്നതും എല്ലാം വനിതകളാണ്. പത്മജാജി പാവം ലീഡറുടെ മോളല്ലേ. അപ്പൊ സ്ഥാനമാനങ്ങളും കുറച്ചധികം പരിഗണനയൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ? അതൊന്നും കിട്ടാണ്ടായപ്പോ ആ പാവം എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. കുറച്ച് വിഷമിച്ചാൽ എന്താ? BJP-യിൽ എത്തിയപ്പോ സ്വപ്നലോകത്ത് എത്തിയ പോലെ ആണെന്നാണല്ലോ പത്മജാജി പറയണത്. സന്തോഷായില്ലേ? എന്റെ അച്ഛൻ എന്നെ അവിടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നുണ്ടാവും. എന്റെ മോളെ അതുകൊണ്ട് അച്ഛന്റെ പേര് പറഞ്ഞു ആരും എന്നോട് വർത്താനം പറയാൻ വരണ്ട. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത, ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അതവന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വരാത്തവർ, അദ്ദേഹത്തെ നോക്കാത്തവർ, ഇവരൊക്കെയാണ് ഇപ്പോൾ. ഞാൻ പിന്നെ പേര് പറഞ്ഞ പണ്ടേ അച്ഛൻ പറഞ്ഞത് രാഷ്ട്രീയത്തില് ഒരിക്കലും എതിരാളികളുടെ പേര് പറയുകയോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യരുത്. അത് ഞാൻ ഇതുവരെ പാലിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ ഈ വേറെ പാർട്ടിയിൽ പോയിട്ട് 3 പാർട്ടിയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്നവർ എന്നെ കുറ്റം പറയണ്ട. ഞാൻ അന്നും എന്നും ഒരു പാർട്ടിയിൽ നിന്നിട്ട് ആകെ ഞാൻ മാറിയത് ഈ പാർട്ടിയിലേക്ക് മാത്രമേ. അത് മരണം വരെ നിൽക്കുകയും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? വർക്ക് അറ്റ് ഹോം പ്രവർത്തകയാണ് അനിയത്തി എന്നൊരു സഹോദരൻ. ചേട്ടന്റെ രാഷ്ട്രീയ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് അനിയത്തി. ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും കേരള രാഷ്ട്രീയത എങ്ങോട്ടാണ് പോണത്? കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJP-ക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പത്മജയെ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJP-ക്ക് കേരളത്തിലുണ്ടാവില്ല. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സഹോദരനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനല്ലേ, ഒരാൾ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിടുമ്പോഴേ കാണുമ്പോൾ ഒരു സങ്കടം. കാരണം എന്നെ ഇലക്ഷന് തോൽപ്പിച്ച താപ്പാനകൾ അപ്പുറം ഇപ്പുറം നിൽക്കണതേ. പാവം പത്മജാജി കണ്ടോ, ചേട്ടനോട് സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും മുരളീധരൻജിയുടെ ഇടത്തും വലത്തും നിന്ന ഈ പറഞ്ഞ താപ്പാനകള് അതാരൊക്കെ ആയിരിക്കും? എന്നിട്ട് ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ടൗലോണ്ട് മോൻ തുടച്ചു കൊടുക്കുക. ഇങ്ങനെ തുടച്ച് എന്നെ ഈ പരുവത്തിലാക്കിയത്. അപ്പം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, പാവം അവൾ വടകര ഒന്ന് ജയിച്ചു പോയനെ, ഇങ്ങോരെ തട്ടി അവിടെയാക്കി.
തെറ്റിദ്ധരിക്കല്ലേ ചേച്ചി, സ്നേഹം കൊണ്ടല്ലേ. ഒന്നുമില്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരല്ലേ, ആ ഐക്യം കാണാണ്ടിരിക്കോ? അതീന്നുണ്ടായ കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലൊക്കെ അത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു 2 ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പാണ്. രാവിലെയൊക്കെ ഞാൻ എണീക്കുമ്പോൾ ഈശ്വര എന്ന് ആരുടെ മുഖത്തൊക്കെ ചിരിക്കണ്ടേന്ന് വിചാരിക്കും. പിന്നെ ഒരാളുടെ മുഖത്തൊക്കെ ചിരിച്ചാൽ മറ്റാൾ വേണമെങ്കിൽ ഇങ്ങനെ നോക്കും ആരോടാ നമ്മൾ കൂടുതൽ അടുക്കണത്. അന്നത്തെ ദിവസം നമ്മളോട് മിണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ നേതാക്കന്മാരെ കാണലൊക്കെ നിർത്തി. പത്മജാജി ഈടായിട്ട് ഇങ്ങനെയാണ്. കോൺഗ്രസിനെ പറ്റിയും കോൺഗ്രസ് നേതാക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ചേച്ചി കുറച്ച് ക്രൂരിയാവുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഗ്യാപ്പില്ലാണ്ട് കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ BJPയിലേക്ക് പോണത് കണ്ടെൻ്റെ ആഘാതത്തിലിരിക്കണം. അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പത്മജാജി? എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേട്ടനല്ല, എല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിനോട് അച്ഛനോടുള്ള വീക്ക്നെസ്സാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ബന്ധങ്ങളുണ്ടാവും, ഞാൻ സ്നേഹിക്കും, റെസ്പെക്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഇനി എന്നെ കുത്താൻ വരരുത് ആരായാലും. അത് കോൺഗ്രസ് നേതാക്കളോടുള്ള എൻ്റെ ഒരു വെല്ലുവിളിയാന്ന് ചോദിച്ചോളൂ. ഇനി എന്നെ കുത്തിയാ ഞാൻ തിരിച്ച് 10 കുത്തും. പത്മജാജി മൊത്തം ടെററാണല്ലോ. ശബ്ദത്തിനൊക്കെ എന്തോ ഒരു ഘനം. വേണ്ടാട്ടാ, കോൺഗ്രസിലായിരുന്നപ്പോ അനുഭവം ഉണ്ടല്ലോ അല്ലേ? പെണ്ണുങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ടിരുന്നാ മതി. പാർട്ടിന്ന് പോയി എന്ന് കരുതി ആ ശീലൊന്നും മാറ്റാൻ നിൽക്കണ്ടാട്ടാ. ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ അധപ്പതനം തുടങ്ങി. ആ കുഴിയിലാണ് പാവം പോയി വീണതെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ ജീപ്പിലെ 2 പേര് ചുറ്റും നിൽക്കുന്നുണ്ട്. വിചാരിച്ചു ഭഗവാനെ, ഇവർ 2 എന്നെ കുത്തിയത്, ഇനിയിപ്പോൾ മുരളിയേട്ടനെ കുത്താനായിട്ടാണ് ഇറങ്ങിയിട്ടില്ലെന്ന്. അതുണ്ടാവുക, കണ്ടോളൂ. അത്രയും എനിക്ക് ആ ഉമ്മ വയ്ക്കണൊക്കെ കണ്ടപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടത് ഇവലെ പോയി കഴുത്തിന് വിളിച്ചേനെ. കാരണം അങ്ങനെ അങ്ങോട്ട് ദ്രോഹിച്ചിട്ട് മനുഷ്യനെ എനിക്ക് ഞാൻ കരഞ്ഞുണ്ട് ഓരോ ദിവസം ഇവര് എന്നെ ദ്രോഹിച്ചത്. ഒരു കുത്തുകുത്തിയാല് 10 കുത്ത് തിരിച്ചു കുത്തും. കഴുത്തിന് പിടിക്കാൻ തോന്നി. എന്തത് പഴയ പത്മജ വേണുഗോപാൽ തന്നെയാണോ ഇത്? അല്ല, മാറിയിരിക്കണു. പത്മജാജി ആകെ മാറിയിരിക്കണു. ആളിപ്പോ ഫുൾ ടെററാണ്ടാ. കോൺഗ്രസ് നേതാക്കൾ ഒന്ന് വേണമെങ്കിൽ കുറച്ച് ജാഗ്രത എടുത്തോട്ടാ. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ഞാൻ വന്നപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ലീഡറെ മകള് പോയി, പിന്നെ ഞങ്ങൾക്ക് എന്താ പോയാലും. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് വരുത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ എനിക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ദേഷ്യം ഉണ്ടായിട്ടില്ല. അവിടുത്തെ കുറച്ച് നേതാക്കന്മാർക്ക് ചെറിയൊരു പണി കൊടുക്കാൻ പറ്റിയ അത് എൻ്റെ അച്ഛൻ്റെ ആത്മാവിനോട് ഞാൻ ചെയ്യുന്ന പുണ്യായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പത്മജാജിക്ക് സഹോദരനോട് സ്നേഹമാണ് കേട്ടാ. അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം BJPയിലേക്ക് വായോ എന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുവോ? മുരളീധരേട്ടൻ BJPയിലേക്ക് എത്തുന്നതും കാത്ത് പരവതാനി വിരിച്ചിട്ട് കാത്തിരിക്കുക ആ പാവം. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പം കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ. കാരണം എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ആ ചുറ്റും നിൽക്കണത്. അപ്പം ആള് പാവം നോർത്തി ആ വടകര എന്നാൽ ജയിച്ചു പോയനെ. ഇവരുടെ എല്ലാം ഒരു എന്താ പറയുക, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. കരുണാകരൻ്റെ മക്കൾ അവർക്ക് വേണ്ട. അതിലാദ്യം എന്നെ പുറത്താക്കി, എങ്ങനെയെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മാതിരി. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സമാധാനമെന്ന് അവരറിയുന്നില്ല. അതറിഞ്ഞാൽ അവരെ ബോധം പിന്നെയും പോകും. പക്ഷേ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും. കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനുള്ളൊരു പരവതാനം കൂടി ഞാനിവിടെ വിരിച്ചിട്ടുണ്ട്. മുരളീധരേട്ടൻ്റെ കൂടെയുള്ളവർ തന്നെ മുരളീധരേട്ടനെ കുളിപ്പിച്ച് കിടത്തുന്നൊക്കെ പറഞ്ഞാൽ അതിച്ചിരി കടന്ന് കൈയായി പോയില്ലേ പത്മജാജി? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എൻ്റെ മരണം വരെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ തുടരും. പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഓരോ തുള്ളി രക്തവും ഇനി പാർട്ടിക്ക് വേണ്ടിയിരിക്കും. എൻ്റെ മരണം വരെ ഞാനൊരു BJPക്കാരിയായിരിക്കും. എൻ്റെ ഓരോ തുള്ളി രക്തവും പാർട്ടിക്കുള്ളതാണ്. ആഹാ, എന്താ ശരി, എന്താ മാസ ഡയലോഗ്. പത്മജാജി ഈ ഡയലോഗ് കോപ്പിറൈറ്റ് ഉള്ള പോലെ കൂടെ കൊണ്ടു നടക്കാണോ? അല്ല, കോൺഗ്രസിലുണ്ടായിരുന്നപ്പോഴും ഇതേ ഡയലോഗ് പറഞ്ഞ പോലെ ഒരു ഓർമ്മ. പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇനിയിപ്പോൾ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കാം. അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരേ ഡയലോഗ് തന്നെ പല പാർട്ടിയിൽ ഉപയോഗിക്കുന്ന പത്മജാജി ആളൊരു കില്ലാടി തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഡയലോഗ് അടിക്കണത് എന്തിനാ? 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? BJPക്ക് ഒരു വർക്ക് ലോഡ് കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ EP.
ഹൈ, പുള്ളി എന്തിട്ടാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? BJP സ്ഥാനാർത്ഥികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, സൂപ്പറാണെന്നല്ലേ? സംഭവം എന്തായാലും കയ്യിൽ നിന്ന് പോയിണ്ട് കേട്ടാ. ഈ ക്യാപ്സ്യൂൾ ഇറക്കില്ലെങ്കിൽ സംഗതി ആകെ കുഴയും. പൊതുവെ പ്രഖ്യാപിച്ചിട്ടുള്ള BJP തന്നെ ചില സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ എൻ്റെ CPM-ൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല. രാജ്യത്തിൻ്റെ ആപത്തുണ്ട്, ഇത് ഉപയോഗപ്പെടുത്താനാണ് BJP സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം മനസ്സിലാക്കണം, അതീവ ജാഗ്രത വേണം. അതാണ് ഞാൻ കൊടുത്ത സന്ദേശം. വ്യക്തിഹത്യ നടത്താത്ത നല്ലവരായ ഉണ്ണികളാണ് ഇടതുപക്ഷ നേതാക്കൾ എന്നറിഞ്ഞൂടെ? അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥികളൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ അന്തർധാര ചേച്ചേ. പിന്നെ ഒരു കാര്യമുണ്ട്, സംഭവം കയ്യിൽ നിന്ന് പോയെങ്കിലും വിവാദമായെങ്കിലും EP-നെ രക്ഷിക്കാൻ ഗോവിന്ദ മാഷ് വന്നുട്ടാ. ഈ കാര്യത്തിൽ EP-നെ ഗോവിന്ദ മാഷ് ഒരു നോട്ടം കൊണ്ട് പോലും തള്ളി പറഞ്ഞില്ലല്ലോ. ചങ്കടാ. അത് മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് മാത്രമല്ലല്ലോ വോട്ട്. നയല്ലേ, നയമാണ് പ്രശ്നം. ഏതായാലും സുരേന്ദ്രൻജിക്ക് ഇത് നല്ല സമയമാണെന്ന് തോന്നുന്നു. എന്നും സന്തോഷം, എന്നും കളിയും ചിരിയും ബഹളവും തന്നെ. BJP സ്ഥാനാർത്ഥികൾ സൂപ്പറാണെന്ന് പറഞ്ഞതിന്റെ വകയിൽ സുരേന്ദ്രൻജിയുടെ വക ഒരു താങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. EP ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ പറഞ്ഞു BJP നിർത്തിയിരിക്കുന്നതെല്ലാം മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എന്തായാലും EP ജയരാജന്റെ ആ പ്രസ്താവനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സത്യം ഒരു പ്രാവശ്യമെങ്കിലും EP ജയരാജൻ പറഞ്ഞത്. EP നെക്സ്റ്റ് ക്യാപ്സ്യൂളിന് ടൈം ആയിട്ടാ. LDF കൺവീനർ എന്നെ സമ്മതിച്ചു BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന്. അങ്ങനെയാണ് സുരേന്ദ്രൻജി പറയണത്. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവണ്ടോ? അതിൻ്റെ അർത്ഥം സുരേന്ദ്രൻ അവർ മോശം സ്ഥാനാർത്ഥികളാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. സുരേന്ദ്രൻ അവർ മോശം സ്ഥാനാർത്ഥികളാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാം. BJPയുടെ ഒന്നിനും കൊള്ളാത്ത സ്ഥാനാർത്ഥികളാണെന്ന് ഞാനും പറയാം. ഇതാണ് നേതാവ്, ഇതാവണമടാ നേതാവ്. എത്ര പെട്ടെന്നാണ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് തലകുത്തി മറിഞ്ഞു നോക്കിയേ. മുടുക്കൻ CM ഇതൊക്കെ കണ്ടല്ലോ അല്ലേ? EP-യും ഇപ്പൊ ഗോവിന്ദ മാഷൊക്കെ പറയണത് BJPയുടെ സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണെന്നാണ്. CM-ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇതിപ്പോ പറഞ്ഞു വരുമ്പോ കേരളത്തിലെ LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറയൂ? അല്ലല്ലല്ല, ഇവിടെ UDF-ഉം LDF-ഉം തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ LDF ആണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത്. BJPക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് പേടിച്ചിട്ടൊന്നല്ല കേട്ടോ EP നിലപാട് മാറ്റിയത്. താത്വികമായി ചിന്തിച്ചപ്പോ മാറ്റി പറയാന്ന് തോന്നി. അതുകൊണ്ടാ ഈ തത്വചിന്തകന്മാരുടെ ഒരു കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദനും ഭീഷണിപ്പെടുത്തി EP ജയരാജന്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും EP ജയരാജൻ പറഞ്ഞതാണ് സത്യം. കേരളത്തിൽ ഇന്ന് NDA മുന്നണി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നല്ല അസലായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. EP-ക്ക് സന്തോഷമായല്ലോ അല്ലേ? EP പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി സൂപ്പറാന്ന്. EP പറഞ്ഞു BJP സ്ഥാനാർത്ഥികൾ പൊളിയാണെന്ന്. ഇങ്ങനെയാണ് സുരേന്ദ്രൻജി നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോ എന്തിട്ട് ചെയ്യാ? അവർക്ക് ഇതൊരു ആയുധം കിട്ടിയ പോലെ ആയില്ലേ? എന്തായുധം? എൻ്റെ EP അവരിനി ഇതന്നെ പറഞ്ഞു നടക്കില്ലേന്ന്. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട്, അതിൻ്റെ മേന്മയെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് അവരിങ്ങനെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നടത്തട്ടെ. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ലത് പറയാൻ അറിയാത്തോണ്ട് EP പറഞ്ഞു, അത്രേ ഉള്ളൂ, കഴിഞ്ഞില്ലേ പ്രശ്നം. നല്ല സ്ഥാനാർത്ഥികളെയാണ് BJP അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. LDF-നും UDF-നും പ്രസക്തി നഷ്ടമായി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു നില കേരളത്തിൽ വന്നിരുന്നു. ഇതെല്ലാം തിരിച്ചറിയുന്ന വോട്ടർമാരുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥികളെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനങ്ങളിൽ തന്നെ. സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയുന്നു BJP സ്ഥാനാർത്ഥികൾ എല്ലാവരും മികച്ചതാണെന്ന്. പിന്നെ പറഞ്ഞു വ്യക്തിഹത്യ നടത്താത്ത ആൾക്കാരായോണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഇപ്പൊ പറയുന്നു സുരേഷ് ഗോപിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനിപ്പോ എന്താന്ന്. ശരിക്കും EP എന്തിട്ട് ഉദ്ദേശിക്കണത്? സത്യത്തിൽ നിങ്ങൾ ആരാ ഇപ്പേ? നമുക്ക് മനസ്സിലാവില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയാ ഇവന്.
തെരഞ്ഞെടുപ്പ് കാലല്ലേ, EP-യുടെ മലക്കം മറിച്ചിലുകൾ ജനങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ജാഗ്രത. ഇനിയൊരു മൈക്ക് പണിമുടക്കൽ കഥ പറയാനുണ്ട്. പരിപാടികൾക്കിടയിൽ മൈക്ക് പണിമുടക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ കൃത്യമായിട്ട് ഇടതുപക്ഷ സംഘടനകളുടെ പരിപാടികൾക്ക് മാത്രം മൈക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇങ്ങനെ പണിമുടക്കുന്നത്? ഇതെന്താണ്, വെള്ളരിക്കപ്പെട്ടണോ? കേരളത്തിലെ ആരോഗ്യ മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ CIT ഒരു പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. കൊല്ലത്താണ് പരിപാടി. വരൂ, നമുക്ക് അവിടേക്കൊന്ന് പോയി വരാം. ഇടതുപക്ഷ സംഘടന നടത്തുന്ന പ്രതിഷേധ പരിപാടി ആയതുകൊണ്ട് അറിയാലോ, ഇവിടെ തീവാറും ഗംഭീര പ്രസംഗമൊക്കെ ആയിരിക്കും. അപ്പം ഈ കത്ത് അയക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാം മുന്നിൽ നിന്നിട്ടുള്ള നമ്മളുടെ അവകാശം നാളിതുവരെയും ഈ നാടിന്റെ ഫെഡറൽ തകർക്കു വരും പ്രസംഗിപ്പ വരും. ഇത് മൈക്കിന് ചെറിയൊരു തകരാറ്. ഇതെന്തൊരു കഷ്ടമാണ്. നമ്മുടെ പാർട്ടിക്കാർ പരിപാടി നടത്തുമ്പോൾ മാത്രം മൈക്കിന് എന്താണ് ഇത്ര സൂക്കേട്? ഇപ്പൊ ശരിയായി. ആ മൈക്ക് ഓപ്പറേറ്റർ ഇങ്ങോട്ട് വിളിച്ചേ. ഇവിടെ ഞങ്ങളുടെ മുഖ്യനെങ്ങാനും ഉണ്ടാവണമായിരുന്നു. തന്റെ മൈക്കും കൺസോളൊക്കെ ഇപ്പൊ സ്റ്റേഷനിൽ ഇരുന്നേനെ. അല്ല പിന്നെ ചേട്ടാ സംസാരിക്കട്ടെ. നമുക്കറിയാം, കേന്ദ്രം വാഴുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളായി അവർക്കെതിരെ നിൽക്കുന്ന അവരുടെ ഫാസിസ ചിന്തകൾക്ക്, തൊഴിലാളി വിരുദ്ധ ചിന്തകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഏത് ആണോ ഏത് മൂടുപോയി. എന്തൊരു കഷ്ടാണ്. ഇനി ഒറ്റ വഴിയുള്ളോ, പോളിടെക്നിക്കിലെ അഗ്രഗണ്യൻ ഗോവിന്ദ മാഷിനെ വിളിച്ചു വരുത്താം. പിന്നല്ല, മാഷിന്റെ അടുത്ത നിങ്ങളുടെ കളി. മൈക്ക് സിസ്റ്റത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സ് വേണം. എന്നാലേ നല്ല മൈക്ക് ഓപ്പറേറ്റർ ആവൂ, നല്ല ശബ്ദങ്ങൾ ജനിക്കൂ. ഗോവിന്ദ മാഷിന്റെ തിയറി ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കേസിന്റെ മേലെ കൃത്യമായിട്ടുള്ള ഒരു സമീപന നിലപാട് ഗവൺമെന്റ് എടുത്ത് റെയ്ഡ് ചെയ്യുമ്പോൾ അതും BBC റെയ്ഡ് ഒരുപോലെയാണ് എന്ന് പറയാനാണ്. പോയിക്കോ, ഇതിന്റെ മൈക്കിന്റെ തരാണ് ഞാനാ ഉത്തരവാദി. മൈക്കിന്റെ അടുത്ത് നിന്ന് പറയണമെന്നാണ് ചങ്ങായി പറയുന്നത്. ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളോട് വിശദീകരിക്കുന്ന പോലെയാണ് വിശദീകരണം. ഇതെന്തായാലും ഇതെല്ലാം കുറേ സാധനമുണ്ട്, പക്ഷെ അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട്. ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. കുറേ ഉപകരണം വാരി വലിച്ചു കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് സംവേദിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം. അത് കൈകാര്യം ചെയ്യാൻ അറിയുമ്പോൾ ആൾ ആടുന്നിടുന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കറിയാം ഇത്. ശബ്ദമില്ല എന്ന് പറയുമ്പോൾ ഉടനെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ട് വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞോളാം എന്നാണ്. ഇതാ ഞാൻ പറഞ്ഞത് കാര്യം. ഇതിനെപ്പറ്റി നല്ല ധാരണ വേണം. വേറെ സാധനം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത്രയൊന്നും സാധനം വേണ്ട, അല്ലാണ്ട് തന്നെ ഇവിടെ എല്ലാം ഈ ഹോളിലൊക്കെ മുഴുവൻ ആൾക്കും കേൾക്കാൻ കഴിയും. തിയറിയൊക്കെ കേട്ട് പഠിച്ചല്ലോ, മൈക്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോടെ. അറിയാവുന്നതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ തീർക്കുന്ന ഉപരോധത്തിന്റെ ഫലമായി കഴിഞ്ഞ കാലങ്ങളായി നമുക്ക് കിട്ടേണ്ടിയിരുന്ന അവകാശങ്ങളൊന്നും തന്നെ നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. മൈക്ക് തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പല ചരിത്രങ്ങളുമുള്ള പാർട്ടിയാണ്. മൈക്ക് ഓപ്പറേറ്ററെ വേദിയിൽ വെച്ച് ചീത്ത വിളിച്ചത് മുതൽ മൈക്കിനെതിരെ കേസെടുത്തത് വരെയുള്ള ചരിത്രം. വീണ്ടും ഇതൊന്നും ആവർത്തിക്കാൻ നിൽക്കണ്ടട്ടാ. ഞങ്ങളുടെ കോമ്രേഡ്സ് എപ്പോഴും ക്ഷമാശീലമുള്ളവരായി നിൽക്കണമെന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.